ഇത് പരിശുദ്ധ പമ്പ മണൽത്തീരം. ഇതിൻ്റെ കരയിൽ ഇതാ കൈത്തറിയിൽ തീർത്ത ആശാരിയുടെ കൈവിരുത്. ഇവിടെ കാണുന്ന ഈ കൃഷ്ണരൂപം ഇത് നിർമ്മിച്ചെടുത്തത് സ്വന്തം കയ്യിൽ അദ്ദേഹം ആണ്, ഐരൂർ ചെല്ലപ്പനാശാരി. ഇദ്ദേഹത്തിൻ്റെ കൈവിരുതിൽ തീർത്ത വളരെയേറെ കരകൗശല വൈദഗ്ധ്യം തെളിയിക്കുന്ന മാറ്റുള്ള ശില്പങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. കഥകളിയിലെ വൈവിധ്യമാർന്ന വേഷവിധാനങ്ങൾ മിനിയേച്ചർ രൂപത്തിൽ ഇത്ര ഭംഗിയായി സൃഷ്ടിച്ചെടുത്ത ഈ കൈവിരുത് ഐരൂർ ചെല്ലപ്പനാശാരിയുടേതാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതോടൊപ്പം ഐരൂർ കഥകളി മേള നടത്തിയ പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിനും നന്ദി. വളത്തോൾ നഗർ കലാമണ്ഡലം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കൂത്തമ്പലത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഐരൂർ കഥകളി ഗ്രാമം എന്ന സ്ഥലത്തു നിന്ന്, അതായത് പൂർവ്വകാല നാമം വേറെയാണ്. ഐരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് അതിനോട് ചേർന്നിരിക്കുന്ന ഐരൂർ കഥകളി പരിശീലന കേന്ദ്രവും ആസ്വാദക കൂട്ടായ്മയും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ കഥകളി മേള നടക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ 6-ാം തീയതി മുതൽ, ജനുവരി 6 മുതൽ 6-ാം തീയതി മുതൽ അതിനോടനുബന്ധിച്ച് ഇവിടെ 6 ദിവസത്തെ പരിപാടികളാണ് പമ്പാമണ്ഡലപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഈ കാണുന്ന കഥകളിയുടെ വിവിധ വൈവിധ്യമാർന്ന ഭാവങ്ങൾ അല്ലെങ്കിൽ അത് ആവിഷ്കരിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റുകളാണ് ഈ കാണുന്നത്. ഇതെന്താ പറഞ്ഞു? ഇത് ഹനുമാൻ വേഷം, വെള്ളത്താടി ഹനുമാൻ. ഇത് കാട്ടാള വേഷം. ഇത് താടി എന്ന് പറയുന്നത് കൃഷ്ണമുടി. ഇതാണ് കൃഷ്ണവേഷമാണ്. ഇത് ചുവന്ന താടി, ശ്വാസം അങ്ങനെയൊക്കെയുള്ള. ഇത് കത്തിവേഷം, ദുര്യോധനൻ. അതുപോലെയുള്ള നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വില്ലൻ എന്ന സ്വഭാവം ആവിഷ്കരിക്കുന്ന കത്തിവേഷം കഥകളിയിൽ. കൃഷ്ണവേഷം തന്നെയാണ്. ആ നീല കുപ്പായം നമുക്ക് മലയാളത്തിൽ തരുന്നു. കൃഷ്ണനും സ്ത്രീവേഷം. ഇത് പച്ചവേഷം ഹനുമാൻ, നമ്മുടെ ഭീമസേനൻ്റെ വേഷം. നമ്മുടെ ഇതെങ്ങനെയാണ് അതിനെ പ്രത്യേകിച്ച് എല്ലാം കൊടുത്തു